അസ്സാം വലൈക്കും വരഹമത്തുള്ള. ഫൈസി ഹൈത്തമിയാണ്. വല്ലാത്ത വിഷമായി പോയി. വല്ലാത്ത വിഷമം എന്ന് പറഞ്ഞാൽ, ഞാൻ SMF മീറ്റിങ്ങിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഞാൻ എൻ്റെ നിലപാട് പറയട്ടെ. ഞാൻ എന്താ പറയുക, സമസ്തക്കാരനായ ലീഗുകാരനാണ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം കൊണ്ട് ലീഗിനോട് അനുകൂലമുള്ള സമസ്തക്കാരൻ. അതിലുപരി മഹാന്മാരായ പാണക്കാട് തങ്ങന്മാരെ ഞാൻ രാഷ്ട്രീയത്തിൻ്റെ ബേസിലല്ല, അതല്ലാത്ത നിലക്ക് ആത്മീയ നേതാക്കന്മാരായിട്ട് കാണുന്ന എൻ്റെ വാപ്പ ബഹുമാനിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അതിലപ്പുറം എനിക്ക് വേറെ ഒന്നും നോക്കേണ്ടിയില്ല. ആ നിലക്ക് ഞാൻ ബഹുമാനിക്കുന്ന മനുഷ്യന്മാരാണ്. ഓലെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു സമസ്തക്കാരനാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരെയും കൂടി അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നവനുമാണ് ഞാൻ. എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് പ്രശ്നങ്ങളില്ലാതെ ഒന്ന് കൂടി നിന്ന് പോകണം എന്നാഗ്രഹിക്കുന്നവനാണ്. ഏതായിരുന്നാലും ഇന്ന് കൊടുവള്ളി ദാറുൽ അസറിൽ നമ്മൾ ആ ഒരു മീറ്റിങ്ങിനെത്തി. മീറ്റിങ്ങിൽ ഞാൻ ഒരു 5-8 മിനിറ്റ് ഇരുന്നിട്ടുണ്ടാവുള്ളൂ. ആ ഇരുന്നിട്ട് ഞാൻ താഴെ ഇറങ്ങാൻ കാരണം 29-നാണല്ലോ വാപ്പിച്ചിൻ്റെ ആണ്ട്. അപ്പോൾ ആ ആണ്ടിൻ്റെ ഒരു കൂടിയാലോചനക്ക് ഞാൻ സിദ്ദീഖ് കുലിയാരും ബഷീറാജു റസാഖാജു അങ്ങനെ എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് ഇന്ന് വൈകുന്നേരത്തെ ആദ്യമേ തീരുമാനിച്ചു. ദുൽഹജ്ജ് പറന്നിട്ടുള്ള വ്യാഴ്ച എന്നുള്ളവർക്ക് അതിന് വന്നതാണ്. പക്ഷേ ഞാൻ അവിടുന്ന് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന നേരം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അബ്ദുല്ലാജിനോട് കാര്യങ്ങൾ പറഞ്ഞ്, അതേപോലെ ചെമ്പമാഷോടും പറഞ്ഞ് ആണ് മാഷോട് ഞാൻ ഫുള്ള് പറഞ്ഞില്ല കേട്ടോ. ഞാൻ ചെറിയൊരു ആവശ്യമുണ്ടെന്നാണ് ഇറങ്ങിയത്. ആ ഇറങ്ങുന്നതിൻ്റെ മുമ്പുള്ള എൻ്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ, നാസർ ഫൈസിയുടെ ആ പ്രസംഗം സത്യത്തിൽ വാപ്പുണ്ടാക്കിയ പുരയെ കുത്തിരുന്നിട്ടേ വാപ്പനോട് നിങ്ങൾ ഇറങ്ങി പൊയ്ക്കോളി എന്ന് പറയുന്ന, അല്ലെ വാപ്പനെ ചീത്ത പറയുന്ന, വാപ്പ ഉണ്ടാക്കിയ പുരയെ കുത്തിരുന്ന് വാപ്പനെ ചീത്ത പറയുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. വിരിച്ചെടുത്ത് കിടക്കാൻ വന്ന ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെ ആ സ്ഥാനത്തിരിക്കാൻ ആഗ്രഹിക്കുന്നവരെന്ന് പറയുമ്പോൾ, ആ ഇഷാറത്ത് എങ്ങോട്ടാണെന്ന് ആലോചിച്ചപ്പോഴും എനിക്ക് പേടിയായി. അപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെ ഫൈസിയും മനസ്സിലാക്കേണ്ടത്, ഫൈസിനെ ഫൈസി ആക്കിയത് അല്ലെങ്കിൽ ഒരു നിലയും വിലയും ഉണ്ടാക്കിയത് ആരാ, അതെവിടെ നിന്നുണ്ടായതാ, അത് മനസ്സിലാക്കണ്ടേ. ഇതൊന്നും എൻ്റെ മുത്ത് തങ്ങൾ വാണക്കാട്ടെ തങ്ങന്മാർ ഒന്നും ഇത് അറിയില്ല കേട്ടോ, അതുറപ്പാണ്. ഇത് വെറുതെ കുത്തിത്തിരിപ്പ്. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷമുള്ള മൂപ്പര പ്രസംഗം, പടച്ചോൻ എന്നെ സഹായിച്ചു, ഞാനെങ്ങാനും ആ വേദിയിലിരിക്കുകയും ഇയാൾ ഇതേപോലെ ബഹാവുദ്ദീൻ ഉസ്താദിൻ്റെ ആ പ്രസിഡന്റ് സ്ഥാനം മാറിയതിനെതിരിൽ പ്രതികരിക്കാൻ നമ്മൾ പ്രതിഷേധിക്കണം എന്നുള്ള രൂപത്തിൽ ആ വന്ന സാധുക്കളെ, കൊടുങ്ങാക്കാട്ടിൽ എൻ്റെ പ്രസിഡന്റ് മൊയ്തീൻകുട്ടി ഹാജി എന്നൊക്കെ പറഞ്ഞാൽ ഇതേപോലെയുള്ള ഒരു കുത്തിത്തിരിപ്പ് അറിയാതെ ദീനിന് ഹിദ്മത്ത് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ വരുന്ന ലീഗുകാരനായ ഒരു സമസ്തക്കാരനാണ്. ആ മനുഷ്യനും അതേപോലത്തെ എത്രയോ ആളുകൾ ഇരിക്കുന്ന സദസ്സെന്നാണ് ഈ ഒരു കുത്തിത്തിരിപ്പ് പറഞ്ഞത്. ഞാൻ ആ പടച്ചോൻ കാത്തു, ഞാൻ ആ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ ഒരവസരത്തിൽ നമുക്കിത് പറയാതെക്കാൻ പറ്റൂലായിരുന്നു. ഒന്നുമില്ല, ഇത് നെയ്യത്ത് നല്ലതാണെങ്കിൽ മഹല്ല് സംവിധാനം കൂടെ നിൽക്കാതെ സംഗതി എന്തായാലും നമുക്ക് ദീനി ഖിദ്മത്ത് ചെയ്യാൻ കഴിയില്ല. അത് വേണം, പക്ഷെ അത് നെയ്യത്ത് നന്നാക്കിയിട്ട് ആയാലേ പഠിച്ചോൻ്റെ അടുത്ത് നിന്നുള്ളൊരു സഹായം ഉണ്ടാവും. ഇത് SMFന് ഇത്രയും കാലം ഉണ്ടായിരുന്നു. അപ്പോൾ SYSൻ്റെ പ്ലാറ്റ്ഫോം താൽക്കാലികം ബ്ലോക്കായതുകൊണ്ട് ഇതിനെ ഉപയോഗിച്ച് നമ്മൾ ഒരു ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ള രൂപം ആയി പോയോന്ന് എനിക്ക് തോന്നുകയാണ്. പഠിച്ചോൻ കാക്കട്ടെ. വല്ലാത്തൊരു വിഷമമായിപ്പോയി. വല്ലാത്ത വിഷമമെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമായിപ്പോയി. കൂടെ നിന്നിട്ട്, അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ എനിക്ക് പറയാനുള്ളൂ. വാപ്പുണ്ടാക്കിയ പുരയെ കുത്തിരുന്നിട്ട് വാപ്പനോട് പൊയ്ക്കോളി എന്നറിയാല്ലേ വാപ്പനെ പുറത്തടിക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യുന്നേ.
ഒരു സംവിധാനം, ഒരു പരിപാടിയായിപ്പോയി. മാത്രമല്ല ബഹാവുദ്ദീൻ ഉസ്താദ് വളരെ വ്യക്തമായി അതിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഒരു സംവിധാനം ഇത് ഇങ്ങനെയാണ്, ജനറൽ ബോഡിയിൽ തെരഞ്ഞെടുത്ത് സാധാ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്നൊരു സംവിധാനം, അതിലപ്പുറം ഇതിലൊന്നുമില്ല, ഒരു കുത്തിത്തിരിപ്പും ഇല്ല എന്നുള്ള രൂപത്തിൽ തന്നെ ബഹാവുദ്ദീൻ ഉസ്താദ് പറഞ്ഞതാ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണ വർത്താനം പറയുന്നത് എന്തിനാ? ഇനി മരണം വരെ പിന്നെ പ്രസിഡൻ്റായ ആള് പോലെ തന്നെ പ്രസിഡൻ്റ് ആണെന്നൊരു റൂൾസ് അങ്ങനെ എന്തോ ഉണ്ടെങ്കിൽ അത് തെറ്റാ. അത് ആര് എഴുതിയാണെങ്കിലും അങ്ങനെയല്ലല്ലോ. അപ്പോൾ വല്ലാത്ത ഒരു പ്രയാസം തോന്നി. എന്തിനാണ് എന്ന് അറിയാത്ത എന്നെ കൊണ്ട് ആൾക്കാർ പറയൂ ഓൻ എന്തെത്താന്ന് തിരിയില്ല, ഷജറാണോ അതല്ലേ വേറെന്തോ ആണോ? ഞാൻ പറയൽ എന്താ അറിയോ, ഞാൻ എന്താ പറയാ, ഷജറത്തുൻ ത്വയ്യിബ, അതാണ് സമസ്ത. ആ സമസ്തൻ്റെ ഊന്നുവടിയാണ് SKSSF എന്ന് ശംസുലുലമ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഊന്നുവടി എപ്പോഴും ഫൈസി ഉണങ്ങിയതായിരിക്കും. ആ ഉണങ്ങിയ ഊന്നുവടിയെ നനച്ച് വളർത്തി എന്താ പറയുക, നനച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേരുണ്ടാക്കിയത് അത് എൻ്റെ മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുമാണ്. അങ്ങനത്തെ സമസ്തക്കാരനാണ് ഞാൻ. അതുകൊണ്ട് അതിന് നിങ്ങൾ ഷജറ എന്ന് പറഞ്ഞാലും വേണ്ടില്ല, സുഹാബി എന്ന് പറഞ്ഞാലും വേണ്ടില്ല, അതാ എൻ്റെ നിലപാട് എന്ന് ഞാൻ പറയില്ല. അത് തന്നെയാണ് എൻ്റെ നിലപാട്. പഠിച്ചോൻ കാക്കട്ടെ. അലിമീങ്ങളെയും സയ്യിദന്മാരെയൊക്കെ ചീത്ത പറയുന്ന ഒരു നാവ് അള്ളാഹ് നമുക്ക് ആർക്കും തരാതെക്കട്ടെ. മഹാന്മാരായ സയ്യിദന്മാരുടെയൊക്കെ ഒരു പൊരുത്തത്തിൽ എൻ്റെ വാപ്പ അവസാന സമയത്തും പറഞ്ഞത്, അല്ലെങ്കിൽ മരിക്കുന്ന വഫാത്താകുന്നതിൻ്റെ 2-3 ദിവസം മുമ്പ് ചോദിച്ചത് എന്താ, നിങ്ങൾക്കറിയാലോ, നിങ്ങളും സാക്ഷിയല്ലേ, പാണക്കാട് തങ്ങന്മാർ വന്നാൽ ഇവിടെ നിസ്കരിക്കാൻ സ്ഥലം ഉണ്ടാവില്ലേ. കൊറോണ സമയത്തായതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുമല്ലോ, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. ആ ചോദിച്ച പോലെ വീട്ടിലെ അവസാന നിസ്കാരം സയ്യിദ് മുനവ്വർ അലി തങ്ങളാണ് നിസ്കരിച്ചത്. അതോടൊപ്പം സയ്യിദുൽ ഉലമയ്ക്ക് മയ്യത്ത് നിസ്കരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് കത്തെഴുതിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ വാപ്പിജിൻ്റെ നിലപാട്, ഇതാണ് എൻ്റെ ഈ നിലപാട്. ഇതിലെനിക്ക് ഒരു സമയത്തും മാറ്റില്ല. പക്ഷേ ഈ ജാതി കുത്തിത്തിരിപ്പ് വർത്താനം പറഞ്ഞ നാസർ ഫൈസി പറഞ്ഞ ആ വർത്താനം വളരെ മോശമാണ്. അയാളെപ്പോലെ ഒരു സ്റ്റാൻഡേർഡുള്ള സമസ്ത വളർത്തിയ, അതല്ലെങ്കിൽ മാത്രമല്ല മുമ്പത്തെ ഭാഷാശൈലികളും, അതേപോലെ നമുക്കിതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അന്നും ഇന്നും മഹാന്മാരായ പാണക്കാട് തങ്ങന്മാരെ നെഞ്ചേറ്റിക്കൊണ്ട് നടക്കുന്നല്ല. ആ തങ്ങന്മാരെ നെഞ്ചേറ്റുന്നതിന് എന്താ ഓൽക്ക് കൊമ്പുണ്ടോ എന്ന് ചോദിച്ച ആൾക്കാരാണ് ഇപ്പോൾ ഗ്രിപ്പ് പുറത്ത് കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള നിലപാടെടുത്തത്. അല്ലാണ്ട് ഉള്ളിൽ ആത്മാർത്ഥത ഒന്നുമല്ല. അവസരം കിട്ടിയാൽ വലിയ തിരിച്ചും പറയും. അജാതി പരിപാടിയാണ് ചെയ്യുന്നത്. അള്ളാഹ് കാക്കട്ടെ.